السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. മട്ടന്നൂർ ടൗണിന്റെ ഹൃദയഭാഗത്ത് സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടി ശ്രമിക്കുന്ന നാനാ ജാതി മതസ്ഥർക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ 1000 അഭിനന്ദനങ്ങൾ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وسدد لساني. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتل عليهم نبأ الذي آتيناه آياتنا فانسلخ منها فأتبعه الشيطان وكان من الغابين. صدق الله العلي العظيم. وقال سيدنا ومولانا محمد صلى الله عليه وسلم: من يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين تمسكوا بها وعضوا عليها بالنواجذ. لپیاتی ہے دعا بن کے تمنا میری، لپے آتی ہے دعا بن کے تمنا میری، زندگی شمع کی صورت ہو خدایا میری. സമാദരണീയരായ ഈ മഹത്തായ വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാർ, ഉമറാക്കൾ, ഈ ശബ്ദം ശ്രവിക്കുന്ന ഇതര സുഹൃത്തുക്കൾ, ഉമറാക്കൾ, മറ്റു മത ആദർശ ബന്ധുക്കൾ, വരുന്ന 12-ാം തീയതി മുതൽ 15-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ചപ്പാരപ്പടവ് ഇർഫാനി അറബിക് കോളേജിന്റെ 23-ാം സമ്മേളന പ്രചരണ പരിപാടിയാണ് ഒരു പ്രത്യേക ബാനറിൽ മുഹീദ്ദീൻ മാല എന്ന ശീർഷകത്തിൽ നാം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഈ പരിപാടി ഈ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക പശ്ചാത്തലവും
ഉണ്ട് എന്നത് അതിനെ പ്രസക്തമാക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹന്നത്ത് ഫൈസി സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം SYSന്റെ സ്റ്റേറ്റ് ക്യാമ്പയിന്റെ ഭാഗമായി നമ്മുടെ പള്ളി അങ്കണത്ത് വെച്ച് നബിദിനാഘോഷം എന്ന ശീർഷകത്തിൽ ഒരു ഓപ്പൺ ഫോറം നാം സംഘടിപ്പിച്ചിരുന്നു. മട്ടന്നൂർ മേഖല SYS കമ്മിറ്റി സംഘടിപ്പിച്ചിരുന്നു. നബിദിനം എന്ന ആശയം, അതിന്റെ ആഘോഷം, അതിന്റെ ഇസ്ലാമിക കോമ്പൗണ്ടിൽ വെച്ച് തന്നെ വിശദീകരിക്കുകയും അതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ചെറുപ്പക്കാരുടെ മാനസങ്ങളിൽ പിടികൂടിയ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും കേൾക്കുന്ന മുറി ക്ലിപ്പ് പ്രഭാഷണങ്ങളിൽ നിന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ദൂരീകരിക്കുകയും ചെയ്യാൻ വേണ്ടി ആളുകൾക്ക് തുറന്ന് സംവദിക്കാൻ, നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയത്തോട് വിയോജിപ്പുകളും യോജിപ്പുകളും പ്രകടിപ്പിക്കാൻ, അങ്ങനെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഒരു അവസരവും നാം നൽകിയിരുന്നു. അത് എമ്പാടും ചെറുപ്പക്കാരും അല്ലാത്തവരും ഉപയോഗപ്പെടുത്തിയപ്പോൾ അതിനൊരു മറുപടി പൊറോട്ട നാടകം എന്ന നിലക്ക് ഈ ടൗണിൽ ഒരു പരിപാടി വെക്കുകയും നിങ്ങൾ പറയുന്നത് മുഴുവനും നമുക്ക് സംശയമാണ്, അതിനെപ്പറ്റി ചോദിക്കാൻ എന്തെങ്കിലും ഒരു ചോദ്യത്തിനെങ്കിലും അവസരം തരണമെന്ന് നമ്മുടെ സംഘാടകർ അവരോട് ബന്ധപ്പെട്ടപ്പോൾ ചോദ്യമൊന്നുമില്ല, ഞങ്ങൾ പറയുന്നത് കേട്ടു എന്ന അടിച്ച് ഫലിതമാക്കിയിട്ടുണ്ട് എന്നത് നമ്മുടെ ഈ പരിപാടിക്ക് പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ 1-2 ദിവസം മുമ്പ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ഇരിട്ടിയിലും ഒരു വലിയ തെറ്റിദ്ധാരണാജനകമായ പ്രഭാഷണം നടന്നപ്പോൾ സ്വാഭാവികമായും ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വിശദീകരണം നമ്മുടെ പരിസരത്ത് അനിവാര്യമായതിനാൽ നമ്മുടെ ഈ പരിപാടി ഏറ്റവും പ്രസക്തമാണ്. ഇതാരോടുമുള്ള വെല്ലുവിളിയോ ആരെയും തോൽപ്പിക്കാനോ ആരോടുമുള്ള മറുപടിയോ ആരെയെങ്കിലും ഇടിച്ചാക്ഷേപിക്കാനോ അല്ല, മറിച്ച് ഉമ്മത്ത് മുഹമ്മദിയ ഈ സമൂഹത്തിൽ ഏതാണ്ട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകർ മദീനയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തിയ, അല്ലെങ്കിൽ തൊട്ടടുത്ത കാലഘട്ടത്തിൽ തന്നെ പ്രവാചകരുടെ ശിഷ്യരാൽ പ്രബോധനം ചെയ്യപ്പെട്ട, ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ പ്രബോധനം ചെയ്യപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം എന്ന മതം. അതുമുതൽ ഈ രാജ്യത്ത് ബഹുഭൂരിപക്ഷം താമസിച്ചിരുന്ന ഹൈന്ദവ സഹോദരങ്ങളുടെ ഇടയിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനവുമായി, ഇസ്ലാമിന്റെ സമാധാന സന്ദേശവുമായി, ഇസ്ലാം എന്ന ദൈവിക മതത്തിന്റെ സമൂഹത്തിനെ അവതരിപ്പിച്ചുകൊണ്ട് അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അതിന്റെ പ്രബോധനവുമായി പ്രവാചകന്മാർ, പ്രവാചകന്റെ തിരുമുറ്റത്ത് നിന്ന് ദീൻ പഠിച്ച പ്രിയപ്പെട്ട സഹാബിമാർ ഇവിടെ കടന്നുവരും. അങ്ങനെ അവർക്കുള്ള സൗകര്യങ്ങൾ നൽകുകയും ഈ രാജ്യത്തേക്ക് കടന്നുവന്ന ഇസ്ലാമിലേക്ക് ആശ്ലേഷിക്കുകയും ധാരാളം മുസ്ലിമീങ്ങൾ ഉണ്ടാവുകയും പ്രവാചക ശിഷ്യന്മാർ സഹാബത്ത് ആ കാലങ്ങളിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം ഇന്നേ വരെ യാതൊരു വ്യത്യാസവുമില്ലാതെ മനോഹരമായി കേരളത്തിലും ഇന്ത്യ രാജ്യത്തിലും നിലനിന്നു. ഈ രാജ്യത്ത് നാനാജാതി മതങ്ങളുണ്ടായിട്ടും വ്യത്യസ്ത ഭാഷക്കാരുണ്ടായിട്ടും വ്യത്യസ്ത സംസ്കാരക്കാരുണ്ടായിട്ടും പരിശുദ്ധ ഇസ്ലാം പുൽകിയ ആളുകൾ എല്ലാ സംസ്കാരങ്ങളോടും എല്ലാ മതങ്ങളോടും എല്ലാ ഭാഷക്കാരോടും എല്ലാ വൈവിധ്യങ്ങളോടും സമരസപ്പെട്ടുകൊണ്ട് നിലനിന്നു എന്നത് അവരെ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ പ്രേരിപ്പിച്ചത് പരിശുദ്ധ ഇസ്ലാമിന്റെ സിദ്ധാന്തമായിരുന്നു.
ഒരിക്കലും വെട്ടാനോ കൊലപ്പെടുത്താനോ കൈവെട്ടാനോ കൊല്ലാനോ ഇവിടെ വർഗീയതകളും പ്രശ്നങ്ങളും ഉണ്ടാക്കാനോ ആയിരുന്നില്ല ഇസ്ലാം മതം പഠിപ്പിച്ചത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം ഈ രാജ്യത്തെ ഹിന്ദുക്കൾ തിങ്ങിപ്പാർക്കുന്ന ഈ രാജ്യത്തേക്ക് വിരളിലെണ്ണാവുന്ന മുസ്ലിം സഹോദരങ്ങൾ പ്രവാചക ശിഷ്യന്മാർ ഇവിടെ കടന്നു വന്നപ്പോൾ അവർക്ക് മുസല്ല വിരിച്ചു കൊടുത്തതും നിസ്കരിക്കാൻ മുസല്ല വിരിച്ചു കൊടുത്തതും ഭക്ഷിക്കാൻ ഭക്ഷണം കൊടുത്തതും താമസിക്കാൻ ഭൂമി കൊടുത്തതും മസ്ജിദുകൾ നിർമ്മിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തതും ഈ രാജ്യത്തെ ഹിന്ദുക്കളായിരുന്നു. എന്താണ് അവരെ കൊടുക്കാൻ പ്രേരിപ്പിച്ച ചേതോവികാരമെന്ന് ചോദിച്ചാൽ അവർ കൊണ്ടുവന്ന ഇസ്ലാമിന്റെ സമീപനങ്ങളോട്, അവരിവിടെ പ്രചരിപ്പിച്ച സ്വഭാവ സംഹിതയോട്, അവരിവിടെ അവതരിപ്പിച്ച ആശയത്തോട് ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക്, ഈ രാജ്യത്തുള്ള ഹൈന്ദവ സുഹൃത്തുക്കൾക്ക്, ഈ രാജ്യത്തുള്ള മറ്റു മതസ്ഥർക്കുള്ള സ്നേഹവും ഭക്തിയും ആദരവുമായിരുന്നു. മാപ്പിള എന്ന മലയാള ശബ്ദം മഹാപിള്ളമാരെന്ന് ഈ രാജ്യത്തെ ഹൈന്ദവ സവർണവർഗക്കാർ അവർക്ക് നൽകിയ പേരായിരുന്നു മഹാപിള്ള. ജാതീയതയിൽ അങ്ങേറ്റം വീർപ്പുമുട്ടി നിൽക്കുന്ന ഒരു തീയരോ പാണരോ പറയരോ ഇസ്ലാം പുലകിയാൽ അയാൾ മുസ്ലിമാകലോടുകൂടി, അയാൾ ഇസ്ലാം മതത്തിൽ ആശ്ലേഷിക്കലോടുകൂടി ഹൈന്ദവരുടെ ഒരു നമ്പൂതിരിയുടെ സ്ഥാനം അവർ പരസ്പരം നൽകിയിരുന്നു. അത്രയും ബഹുമാനം. ഒരു മുസ്ലിമാണ്, ഒരു മാപ്പിളയാണെന്ന ബഹുമാനം. അതാണ് ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്ന ഇസ്ലാം, സഹാബത്ത് കൊണ്ടുവന്ന ഇസ്ലാം. ആ ഇസ്ലാമിന്റെ മധുരിമ ഈ രാജ്യത്തുള്ള ജനങ്ങൾ അത്രയും ബഹുമാനത്തോടെ കാണാനും അവർ സ്വീകരിക്കാനും ഉണ്ടായ കാരണം. ഈ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും മുസ്ലിം സൂഫിമാരെ, മുസ്ലിം നേതൃത്വത്തെ ഏത് കാലഘട്ടത്തിലും മുസ്ലിമീങ്ങളെ നയിച്ചത് സൂഫിമാരായിരുന്നു. മഹാരഥന്മാരായ പണ്ഡിതന്മാർ, കറകളഞ്ഞ വിശുദ്ധരായ ആളുകൾ, അവരെ ഈ രാജ്യത്തുള്ള സർവ്വ ജനങ്ങളും ബഹുമാനിച്ചിരുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ് പാലോട്ട് പള്ളിയിലെ മമ്മൂസിയാർ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ കണ്ണിലുണ്ണിയായ, കണ്ണിലെ കൃഷ്ണമണി പോലെ നാം സ്നേഹിച്ച മമ്മൂലാർക്ക. അദ്ദേഹം ഇവിടുത്തെ ഒരു മുസ്ലിം പണ്ഡിതനായിരുന്നു. കണ്ണൂർ പള്ളിയിലൊക്കെ ദർശനം നടത്തിയ ഒരു മുസ്ലിം പണ്ഡിതൻ. ആ മനുഷ്യനെ ഈ രാജ്യത്തെ ഹിന്ദുക്കൾ സ്നേഹിച്ചു, ഈ രാജ്യത്തെ സർവ്വജനങ്ങളും ആദരിച്ചു, അദ്ദേഹത്തെ കൊണ്ട് മന്ദിരിപ്പിച്ചു, അദ്ദേഹത്തെ കൊണ്ട് ബർക്കത്തെടുത്തു, അദ്ദേഹത്തെ ബഹുമാനിച്ചു, ആദരിച്ചു. ഇതൊരു പ്രാദേശികമായ കാര്യമാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ പൊതുസ്വത്തായിരുന്നു മഹാനായ മമ്പുറന്നങ്ങൾ. മമ്പുറന്നങ്ങളുടെ കാര്യസ്ഥൻ ഒരു ഹിന്ദുവായിരുന്നു, ഒരു ഹൈന്ദവനായിരുന്നു മമ്പുറന്നങ്ങളുടെ പ്രധാന കാര്യസ്ഥൻ. കോഴിക്കോട്ടുകാരനായ പണ്ഡിതൻ, മഹാനായ ബഹുമാനപ്പെട്ട കുഞ്ഞായി മുസ്ലിയാരുടെ പ്രിയപ്പെട്ട തോഴൻ, അത് മാങ്ങാട്ടത്തനായിരുന്നു. അങ്ങനെ എല്ലാ നമ്മുടെ മതനേതാക്കളെയും, മതത്തിനെക്കാലത്തും നേതൃത്വം നൽകിയ സൂഫിമാർ, പണ്ഡിതന്മാർ, അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു ഈ സമൂഹം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ വിശാലമായ മുഖത്തിന് സമൂഹത്തിനുണ്ടായിരുന്ന ഒരു അംഗീകാരമായിരുന്നു അത്. എന്നാൽ ഇത്രയും മനോഹരമായി നിലനിന്ന ഈ ഇസ്ലാമിക പൈതൃകത്തെ ചോദ്യം ചെയ്തുകൊണ്ടും വിമർശിച്ചുകൊണ്ടും പരിശുദ്ധ ഇസ്ലാമിന്റെ ഇടയിൽ വിള്ളലുമായി 1920കളിൽ കേരളത്തിൽ ചെറിയ പ്രസ്ഥാനങ്ങൾ കടന്നു വന്നു. 1920കളിൽ. അതിനു മുമ്പ് കേരള ചരിത്രത്തിൽ പരിചയമില്ലാത്ത പല ആളുകളും ഇവിടെ കടന്നു വന്നു. അങ്ങനെ പുതിയ ആദർശങ്ങളും പുതിയ ആശയങ്ങളും ഇവിടെ പ്രചരിപ്പിച്ച കൂട്ടത്തിൽ അവർ പിടികൂടിയ ഒരു വിഷയമാണ് നാം ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന മുഹിയുദ്ദീൻ. ഞാൻ പറയട്ടെ, ഞങ്ങളിവിടെ മുഹിയുദ്ദീൻ മാലയെ പറ്റി സംസാരിച്ചുകൊണ്ട് ഇവിടുന്ന് കടന്നു നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയുള്ള ഓപ്പൺ ഫോറമാണ്. ഞങ്ങളോട് ചോദിക്കാൻ മറുവിഭാഗം സ്വീകരിച്ച സമീപനമല്ല ഞങ്ങളിവിടെ തുടങ്ങി. കൽപ്പറ്റുന്നു തുടങ്ങി. ഇന്നലെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിലായിരുന്നു, പെരിന്തൽമണ്ണയിൽ, അതുപോലെ പല പ്രധാനപ്പെട്ട ടൗണുകളും കേന്ദ്രീകരിച്ച് നടത്തിവരുന്ന മുഹിയുദ്ദീൻ മാല തുറന്ന സംവാദം എന്ന ഈ പരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ട മുഹിയുദ്ദീൻ മാലയിലെ പല വരികളും ഓരോ സ്ഥലത്ത് വിശദീകരിക്കപ്പെടുകയും അതിന്റെ ബാക്കി അടുത്ത രീതിയിലും അടുത്ത പരിപാടിയിലും എന്ന രീതിയിലാണ് നാം ഇതിനെ നിർവഹിച്ചു വരുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ 7-ാം തീയതി തലശ്ശേരിയിലാണ് ഇതിന്റെ തുടർ പരിപാടി. തലശ്ശേരി ടൗണിൽ 7-ാം തീയതി വൈകുന്നേരം 6:30 മണിക്ക് ആരംഭിക്കും. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. എന്താണ് മുഹിയുദ്ദീൻ മാല? മുഹിയുദ്ദീൻ മാലയുടെ ഉൾത്തലങ്ങൾ
ഉണ്ടോ? എന്താണ് പ്രമാണം എന്നറിയാത്ത പച്ചപ്പാവങ്ങൾ, സാധുക്കളായ ആളുകൾ, പ്രമാണത്തിനെ പറ്റി യാതൊരു ലെവലേഷൻ വിവരമില്ലാത്ത ആളുകളാണ് മുഹീദ്ദീൻ മാലയെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് പ്രമാണം, ഇസ്ലാമിന്റെ പ്രമാണം എന്താണെന്ന് പോലും അറിയാത്തവരായി 22 ഇവിടെ കടന്നു വന്ന വിദയികൾ അധപ്പതിച്ചിട്ടുണ്ട്. ഖുർആനും സുന്നത്തുമാണ് അത്ര പ്രമാണം. ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസുമാണ് ഇസ്ലാമിക പ്രമാണം. ഈ ചതുർ പ്രമാണങ്ങളോടുകൂടി മുഹീദ്ദീൻ മാലയെ ഓരോ വരികളും സ്ഥാപിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നാണ് ഈ പരിപാടിയിലൂടെ ഈ സമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നത്. മുഹീദ്ദീൻ മാല രചിച്ചത് ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന കോഴിക്കോട്ടെ ചാലിയം, പഴയ പേര് ചാലിയത്തിന്റെ പേര് അത്തുറ എന്ന, ചാലിയത്തെ കോഴിക്കോടിന്റെ പഴയ പട്ടണം ചാലിയമായിരുന്നു, അത്തുറയായിരുന്നു. അവിടെ താമസമാക്കിയ കോഴിക്കോട് ഖാദിയായ വലിയ പണ്ഡിതൻ 408 വർഷങ്ങൾക്ക് മുമ്പാണ് പരിശുദ്ധമായ മുഹീദ്ദീൻ മാല രചിച്ചിട്ടുള്ളത്. 408 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആധുനിക മലയാള ഭാഷയുടെ പിതാവായി അറിയപ്പെടുന്ന തുഞ്ചത്ത് എഴുത്തച്ഛന്റെ മലയാള ലിപി ഇവിടെ കടന്നു വരുന്നതിന് മുമ്പ്, മലയാള ഭാഷയുടെ സംസ്കൃതി ഇവിടെ കടന്നു വരുന്നതിന് മുമ്പ് അറബി മലയാളത്തിലാണ് ഖാദി മുഹമ്മദ് മുഹീദ്ദീൻ മാല രചിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കണ്ടെടുത്ത ആദ്യത്തെ മലയാള സാഹിത്യത്തിൽ കണ്ടെടുത്ത ആദ്യത്തെ മലയാള സാഹിത്യം അത് മുഹീദ്ദീൻ മാലയാണെന്ന് പറയുമ്പോൾ അതൊരു പണ്ഡിതനാണ് രചിച്ചത്. മുസ്ലിമീങ്ങൾക്ക് അഭിമാനമാണ്. ഈ രാജ്യത്തിന്റെ മലയാള സ്നേഹികളോട്, ഈ രാജ്യത്തെ മലയാള ഭാഷാ സ്നേഹികളോട് ഞങ്ങൾ പറയുകയാണ്, ഈ രാജ്യത്ത് ഞങ്ങൾ ഈ മലയാളത്തോട് കാണിച്ച, മലയാള സാഹിത്യത്തോട് കാണിച്ച ഒരു പണ്ഡിതന്റെ ഏറ്റവും വലിയ, ഏറ്റവും ഉന്നതമായ ഒരു സേവനം, ആ സേവനത്തിന് മലയാള ഭാഷ, മലയാളികൾ ഖാദി മുഹമ്മദ് തങ്ങളോട്, മുഹീദ്ദീൻ മാലയോട് കടപ്പെട്ടിരിക്കുകയാണ്. ആരാണ് ഖാദി മുഹമ്മദ് എന്നറിയോ? ഫത്ഹുൽ മുബീന്റെ രചയിതാവ് സിയൻ അഹമ്മദ് മൗലവി എന്ന് പറയുന്ന കേരളത്തിലെ എഴുത്തുകാരൻ. അദ്ദേഹം പറഞ്ഞു, ഖാദി മുഹമ്മദ് ഫത്ഹുൽ മുബീന്റെ രചയിതാവായ ഖാദി മുഹമ്മദ് ആയിരിക്കൂല മുഹീദ്ദീൻ മാല രചിച്ചത് എന്നാണ്. കാരണം അത്രയും വലിയ ഒരു അറബ് സാഹിത്യകാരൻ, നല്ല ചരിത്രകാരൻ, പാണ്ഡിത്യത്തിന്റെ നിറകുടം, വടവൃക്ഷം, അത്രയും വലിയ മനുഷ്യനാണ് ഖാദി മുഹമ്മദ് എന്ന് ഫത്ഹുൽ മുബീൻ വായിക്കുമ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാകുമെങ്കിൽ അതിന്റെ രചയിതാവ് ഞാൻ ഉൾക്കൊള്ളാത്ത, എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത മുഹീദ്ദീൻ മാല രചിച്ചോ എന്ന് സിയൻ അഹമ്മദ് മൗലവിയെ ചിന്തിപ്പിച്ചെങ്കിൽ അദ്ദേഹത്തിന് മുഹീദ്ദീൻ മാലയോട് ഒരു മുൻവിധിയാണ് അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചതെങ്കിൽ, മുഹീദ്ദീൻ മാലയുടെ തുടക്കത്തിൽ തന്നെ എന്റെ രചയിതാവ് പറയുന്നുണ്ട്, ഖാദി മുഹമ്മദ് എന്ന് പേരുള്ള കോഴിക്കോട് അത്തുറക്കാരനായ ഞാനാണ്, മുഹമ്മദ് എന്ന പേരുള്ള ഞാനാണ് ഇത് രചിച്ചിട്ടുള്ളത് എന്നതിന്റെ തുടക്കത്തിൽ തന്നെ ഖാദി മുഹമ്മദ് തങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. കണ്ടൻ കാട്ടിത്തെ പോലെ ഖാദി മുഹമ്മദ് എന്ന് പേരുള്ളോവർ കണ്ടന്നറിവാളൻ കാട്ടിത്തേരും പോലെ. അറിവുള്ള ആളുകൾ അതിൽ നിന്ന് പഠിച്ചെടുത്ത് കോഴിക്കോട്ടത്തൂരാ തന്നിൽ പിറന്നോവർ കോർവായി ഇതൊക്കെയും ആലയത്തിന്റെ പേരാണ്. അവിടെ പിറന്നു വളർന്ന കോഴിക്കോട്ട് ഖാദി. കോഴിക്കോട്ട് ഖാദി എന്ന് പറഞ്ഞാൽ കേരളക്കാർക്ക് പ്രത്യേക പെരുന്നാൾ വിവാദം. ശനിയാഴ്ചയോ പെരുന്നാൾ, ഞായറാഴ്ചയോ പെരുന്നാൾ. അന്ന് ഇവിടെ വലിയ 2 സമ്മേളനങ്ങൾ നടന്നിരുന്നു. ശനിയാഴ്ചയാണെന്നൊരു കൂട്ടർ ഞങ്ങളായിരുന്നു. മഹാനായ തങ്ങൾ ഖാദിയായി നിൽക്കുന്ന സമയത്ത് 50 കൊല്ലത്തെ ഖാദിയായ തങ്ങളവരെ സംബന്ധിച്ച് ഒരുപാട് പ്രസംഗങ്ങൾ ഈ മട്ടന്നൂരിന്റെ മണ്ണിൽ നിന്ന് എന്റെ കൊച്ചുനാട് ഞാൻ കേട്ടത് ഓർമ്മിക്കുകയാണ്. 50 കൊല്ലത്തെ ഖാദിയായ കേരളത്തെ ജനങ്ങൾ ഒരുപോലെ ബഹുമാനിച്ചിരുന്ന മഹാനായ ഇമ്പിച്ചുകോയ തങ്ങളവർ കോഴിക്കോട്ടെ ഒരു ഖാദിയായിരുന്നെങ്കിൽ അതുപോലെ പാരമ്പര്യമായി കോഴിക്കോട് ഖാദിമാർ മാറി മാറി വന്നിരുന്നു. എന്നാൽ 400 വർഷങ്ങൾക്ക് മുമ്പ് ഖാദിയായിരുന്ന, കോഴിക്കോട്ട് ഖാദിയായിരുന്ന ഖാദി അബ്ദുൽ അസീസിന്റെ മകനാണ് ഖാദി മുഹമ്മദ് തങ്ങൾ. ഇസ്ലാമിക പ്രബോധന ആവശ്യാർത്ഥം ഈ മദീനയിൽ നിന്ന് കേരളത്തിലേക്ക് കടന്നു വന്ന സഹാബികളിലേക്കാണ് അദ്ദേഹത്തിന്റെ പാരമ്പര്യം, പരമ്പര പോയി മുട്ടുന്നത്, സനത് പോയി മുട്ടുന്നത്. സഹാബികളിലേക്ക് സനത് മുട്ടുന്ന ഒരു പണ്ഡിതൻ, തികഞ്ഞ പണ്ഡിതൻ,
ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ച പണ്ഡിതൻ, ശാഫി മദ്ഹബിലെ അഗ്രേസരനായ പണ്ഡിതൻ, അറബ് സാഹിത്യത്തിൽ അതുപോലെ അറബ് ഗ്രാമറിന്റെ നിയമത്തിൽ ധാരാളം ഗ്രന്ഥം രചിച്ചൊരു പണ്ഡിതൻ, അദ്ദേഹമാണ് ഖാദി മുഹമ്മദ്. ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം തന്റെ അനവധി ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചെറിയ ഗ്രന്ഥമാണ് മുഹീദ്ദീൻ മാല എന്നത്. മുഹീദ്ദീൻ മാല, ഈ മുഹീദ്ദീൻ മാല 156 ബൈത്താണ് ഇതിനുള്ളത്. അറബ് മലയാളത്തിലുള്ള ലിപി അറബി മലയാളമാണ്. മലയാളം സാർവത്രികമാകുന്നതിന് മുമ്പ്, തുഞ്ചത്തെഴുത്തച്ഛന്റെ മലയാള സാഹിത്യം വരുന്നതിന് മുമ്പ്, മലയാളത്തിൽ വേണ്ടതുപോലെ ലിപി വരുന്നതിന് മുമ്പ് 156 ബൈത്ത് കൊണ്ട് മനോഹരമായി അവതരിപ്പിച്ച ഈ പദ്യസമാഹാരം ഖാദി മുഹമ്മദിന്റെ 100 കണക്കിന് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും അവസാനത്തെ ഗ്രന്ഥമാണ്. ആ മുഹീദ്ദീൻ മാലയിൽ 3 ഗ്രന്ഥമാണ് അദ്ദേഹം ഈ മുഹീദ്ദീൻ മാലയിലൂടെ അവതരിപ്പിച്ചത്. 3 ഗ്രന്ഥത്തിൽ നിന്ന് കടഞ്ഞെടുത്ത ഏതാനും ആശയങ്ങൾ. ഏതാണ് ആ 3 ഗ്രന്ഥം? മുഹീദ്ദീൻ ശൈഖിനെ പറ്റി വന്ന ഗ്രന്ഥങ്ങൾ. 2 ഗ്രന്ഥവും മുഹീദ്ദീൻ ശൈഖിന്റെ സ്വന്തം തന്നെയാണ്. അവർ ചെന്ന ബൈത്തുന്നും ബഹിജാ കിതാബുന്നും അങ്ങീനെ തക്മീല തന്നും കണ്ടോവർ. മുഹീദ്ദീൻ ശൈഖ് എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ ഹിജ്റ 471 ജനിച്ച് ഏതാണ്ട് 91ഓളം വർഷം ഇവിടെ ജീവിച്ച് ഇസ്ലാമിക പ്രബോധന രംഗത്ത് അതുല്യമാമിതം സേവനം ചെയ്ത ഉമ്മത്ത് മുഹമ്മദിയയിലെ ഏറ്റവും വലിയ പണ്ഡിതരിൽ ഒരാളായി ഉയർന്നു വന്ന ആത്മീയ ലോകത്തെ അതിസുന്ദരനായ ചക്രവർത്തിയായ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് കവിതകൾ ചൊല്ലിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ. ഇവിടെ മട്ടന്നൂർ ടൗണിൽ ഒരു വിദേഹത്ത് പ്രഭാഷണം നടത്തിയ ഒരു പ്രഭാഷകൻ, അദ്ദേഹത്തിന്റെ പ്രസംഗം എന്റെ കയ്യിലുണ്ട്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബ് നിങ്ങൾ ദർശനത്തോ പള്ളിയിലെന്ന്. ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട് മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബ്. അദ്ദേഹത്തിന്റെ അനുയായികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദർശനം എടുത്തു തരാം. മുഹീദ്ദീൻ മാലന്റെ ഓരോ വരിയും മുഹീദ്ദീൻ ശൈഖിന്റെ ഗ്രന്ഥത്തിൽ ഞങ്ങൾ പറഞ്ഞു തരും. ഏതാണ് ഗ്രന്ഥം? മുന്യ മുഹീദ്ദീൻ ശൈഖിന്റെ ഗ്രന്ഥമാണ്. ഇങ്ങോട്ട് വരാം, നിങ്ങൾക്ക് ഇങ്ങോട്ട് കടന്നു വരാം, ഞങ്ങളുടെ മൈക്രോയിന്റെ മുമ്പിലേക്ക് വരാം. എന്താണ് മുന്യയിൽ പറയുന്നത്? എന്താണ് ഫുതൂഹുൽ ഗൈബിൽ പറയുന്നത്? എന്താണ് അൽ ഫത്ഹുർ റബ്ബാനിയിൽ പറയുന്നത്? അതിന്റെ ഗ്രന്ഥങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ലോകപ്രസിദ്ധ ഗ്രന്ഥമാണ് അൽ ഫത്ഹുർ റബ്ബാനി എന്ന് പറയുന്ന തന്റെ ബഗ്ദാദിലെ മദ്രസയിൽ ആഴ്ചയിൽ 3 തവണ എല്ലാ ആഴ്ചയും ക്ലാസ് എടുത്തിരുന്ന ആ ക്ലാസിന്റെ ഒരുപാട് പോയിന്റ്സുകളുടെ സമാഹാരം. ഇത് മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ സ്വന്തം ഗ്രന്ഥമാണ്. ഇത് ദർസ് നടത്താൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച പ്രഭാഷകൻ, ചോദ്യം ചോദിക്കാൻ അവസരം തരാത്ത പ്രഭാഷകൻ, അദ്ദേഹത്തിന്റെ അനുയായികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കാനല്ല, ആശയപരമായ ആദർശപരമായ സ്നേഹസമ്പന്നമായ ഒരു സൗഹൃദ ഭാഷണമാണ്. നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരണം. ഗ്രന്ഥമാണ് മുന്യ. ഇതാ മഹാനായ ശൈഖ് തങ്ങൾ നേരിട്ട് കഴിച്ച ഗ്രന്ഥമാണ് മുന്യ. നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരണം. മുന്യ ദർശനം നടത്താൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. എന്താണ് ശൈഖ് തങ്ങൾ പറഞ്ഞത് എന്ന് വളരെ കൃത്യമായി ഓരോരുത്തർക്കും പറഞ്ഞു തരാം. അതുപോലെ ശൈഖ് തങ്ങൾ രചിച്ച മറ്റൊരു ഗ്രന്ഥമാണ് ശൈഖ് തങ്ങളുടെ പദ്യസമാഹാരം. അവർ ചെന്ന ബൈത്തുന്നും ഖാദി മുഹമ്മദിന്റെ ഭാഷ ഏതാണ്? അവർ ചെന്ന ബൈത്തുന്നും ബഹിജാ കിതാബുന്നും. അവർ ചെന്ന ബൈത്ത് എന്ന് പറഞ്ഞാൽ മഹാനവറുകൾ ചൊല്ലിയ ബൈത്ത്. പഴയ മലയാളം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 408 വർഷം മുമ്പ് രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥം. തുഞ്ചനെഴുത്തച്ഛന്റെ ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന തുഞ്ചനെഴുത്തച്ഛന്റെ സാഹിത്യങ്ങളും അക്ഷരങ്ങളും ഇവിടെ വരുന്നതിന് മുമ്പ് മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ ഗ്രന്ഥം. മലയാളികൾ അഭിമാനം കൊള്ളണം. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ ഗ്രന്ഥം. ഇവിടെ മുജാഹിദുകൾ ഒരു എഴുത്ത് വന്നിട്ടുണ്ട്. ഞാനത് ശേഷം വായിക്കും. ഈ സംവാദത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ എഴുത്തു കൊടുത്തപ്പോൾ അവരൊരു എഴുത്ത് വന്നിട്ടുണ്ട്. ആ എഴുത്ത് ഞാനിവിടെ വായിക്കുന്നില്ല. വൈകാരികമായിട്ടല്ല, ആളുകൾ അറിയാൻ വേണ്ടിയാണ്. തുഞ്ചനെഴുത്തച്ഛന്റെ മലയാള സാഹിത്യം വരുന്നതിന് മുമ്പ് മലയാള സാഹിത്യത്തിന് ഒരു മുതൽക്കൂട്ടായി ഇവിടെ ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് രചിച്ച ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ 400ാം വാർഷികം കൊണ്ടാടി കേരള സർക്കാർ. സഖാവ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സമയത്ത് ഈ രാജ്യത്തെ അതിന്റെ 400ാം വാർഷികം കൊണ്ടാടി. നിങ്ങൾ ആലോചിച്ചു, അതിന് മുഹീദ്ദീൻ മാലയുടെ ആളുകള് ആയ ഞങ്ങൾ അതിൽ അഭിമാനം കൊള്ളുകയാണ്.
ഈ മുഹീദ്ദീൻ മാലയിൽ ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് തങ്ങൾ കോർത്തിണക്കിയത് 3 ഗ്രന്ഥത്തിൽ നിന്നാണ്. ഒന്ന് അവർ ചൊന്ന ബൈത്ത് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പാടിയ കവിതകളാണ്. അത് മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ഫുതൂഹുൽ ഗൈബ് എന്ന ഈ ഗ്രന്ഥത്തിന്റെ അവസാനത്തിൽ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് അവർ ചെന്ന ബൈത്തുന്നും ബഹിജാ കിതാബുന്നും അങ്ങീനെ തക്മീല തന്നെന്നും കണ്ടോവർ. രണ്ടാമത്തെ ഗ്രന്ഥം തക്മില എന്ന ഗ്രന്ഥമാണ്. തക്മില എന്നത് അത് സ്വന്തം ഗ്രന്ഥമല്ല, ഈ ഫുതൂഹുൽ ഗൈബിന്റെ ഒരു ഭാഗമാണ്. തക്മിലത്തുൻ ഫീ വസായാഹു എന്നത് ഇതിലെ ഒരു ചാപ്റ്ററാണ്. അദ്ദേഹത്തിന്റെ വസിയത്തുകൾ പ്രതിപാദിക്കുന്ന ഒരു പ്രത്യേക ചാപ്റ്റർ ഉണ്ട് ഇതിൽ. ആ ചാപ്റ്ററാണ് തക്മിലത്തുൻ ഫീ വസായാഹു. മൂന്നാമത്തത് ബഹിജാ കിതാബുന്നും മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ചരിത്രം സമാഹരിച്ച ബഹിജ. ഈ ബഹിജനെ ആരും കുറ്റം പറയണ്ട. ഞങ്ങളുടെ കയ്യിൽ മുഹീദ്ദീൻ ശൈഖിനെ സംബന്ധിച്ച് ഇറക്കിയ പുസ്തകമുണ്ട്. ആരാണ് ഇറക്കിയത്? ഞങ്ങളല്ല. കേരളത്തിലെ KNM എഴുതിയ പുസ്തകം ശൈഖ് ജീലാനിയെ പറ്റി. ആ ശൈഖ് ജീലാനിന്റെ ചരിത്രം പറയാൻ KNMന്റെ പുസ്തകത്തിൽ കോട്ട് ചെയ്തിട്ടുള്ളത് ബഹിജന്റെ ഉദ്ധരണികളാണ്. അറിഞ്ഞോളൂ, KNMന്റെ പുസ്തകത്തിൽ കോട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഉയർത്തിപ്പിടിക്കുന്ന ഈ ബഹിജയുടെ ഉദ്ധരണികളാണ്. ഈ ബഹിജയുടെ ഉദ്ധരണി KNMന്റെ പുസ്തകത്തിൽ പോലും ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ബഹിജയിലെ ഉദ്ധരണികളാണ് എന്റെ മാലക്കവലംബമെന്ന് കേരളത്തിന്റെ മുടിചൂടാമന്നനായ പണ്ഡിത ശ്രേഷ്ഠൻ മഹാനായ ഖാദി മുഹമ്മദ് തങ്ങൾ അവകാശപ്പെടുകയാണ്. അവർ ചൊന്ന ബൈത്തുന്നും ബഹിജാ കിതാബുന്നും അങ്ങീനെ തക്മീല തന്നെന്നും കണ്ടോവർ. ഈ 3 ഗ്രന്ഥത്തിൽ നിന്ന് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ എന്ന് പറയുന്ന ഇസ്ലാമിക മനോത്ഥാന ചരിത്രത്തിലെ 5ാം നൂറ്റാണ്ടിലെ നാഴികക്കല്ലായ അതുല്യനായ ആ മഹാനായ പണ്ഡിത ശ്രേഷ്ഠനെ അവതരിപ്പിച്ച് കാണിക്കുന്ന, വരച്ച് കാണിക്കുന്ന മഹാനായ ശൈഖ് ജീലാനിയുടെ ചരിത്രം മനോഹരമായി അവതരിപ്പിക്കുന്ന, ശൈഖ് ജീലാനിയുടെ കറാമത്തുകൾ മനോഹരമായി അവതരിപ്പിക്കുന്ന 156 പദ്യങ്ങളുടെ സമാഹാരമായ ഖാദി മുഹമ്മദ് രചിച്ച മുഹീദ്ദീൻ മാല എന്ന കേരളത്തിലെ മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ കൃതിയായ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ തെറ്റുണ്ടത്രേ. അത് വിശ്വസിച്ചാൽ ഇസ്ലാമൊന്ന് പുറത്തു പോകുമത്രേ. അതുകൊണ്ടൊരു ഫലവുമില്ലത്രേ. ഒറ്റക്ക് പറയാൻ സുഖം. ഞങ്ങളുടെ മുമ്പിലേക്ക് വരും, ആളുകളുടെ മുമ്പിൽ വന്ന് പറയും. ഒറ്റക്ക് പറയാൻ സുഖം. അങ്ങോട്ട് ചോദിക്കാനൊന്നും പാടില്ല. ഇങ്ങോട്ട് പള്ളിക്കാട്ടിൽ സലാം പറഞ്ഞ പോലെയാണ്. ഞങ്ങളോട് ചോദിക്കാനൊന്നും പാടില്ല. ഞങ്ങൾ പറഞ്ഞങ്ങ് പോകുന്നവരാണ്. നല്ല സുഖം. പള്ളിക്കാട്ടിൽ സലാം പറയുന്ന ഏർപ്പാട് ഇത് പാടില്ല. ഞങ്ങൾ പറയുന്ന മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ചരിത്രത്തിൽ ശിർക്കോ? ആരാത് പറഞ്ഞത്? ആരാ പറഞ്ഞത്? എന്താണ് ശിർക്കെന്ന് നിങ്ങൾക്കറിയുമോ? പരിശുദ്ധ ഇസ്ലാമിൽ പരസ്പരമായത്തുകളിലൂടെ പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച ശിർക്കിന്റെ അരവരി മുഹീദ്ദീൻ മാലയിൽ എവിടെയെങ്കിലും ഒന്ന് തൊട്ട് കാണിക്കാൻ ഏതെങ്കിലും കുട്ടികൾക്ക് സാധ്യമല്ല എന്ന് ഞങ്ങൾ 8ഓളം സംവാദങ്ങളിൽ മുഹീദ്ദീൻ മാല തുറന്ന ചർച്ചകളിൽ ഞങ്ങൾ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തെളിയിച്ച കൂട്ടത്തിൽ ഇവിടെയും സമർത്ഥിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. മുഹീദ്ദീൻ മാലയിലേക്ക്, അതിന്റെ ഉൾത്തലങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ മുഹീദ്ദീൻ മാലയിലെ പല വരികളും പല സ്ഥലത്തായി വിശദീകരിച്ചതിന്റെ ബാക്കി നമ്മൾ ഇവിടുന്ന് തുടരുകയാണ്. ആരാണ് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ എന്ന് ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് തങ്ങൾ പറയുന്നു. എല്ലാ മുരീദുകൾ താന്താന്റെ ശൈഖേ പോൽ എന്റെ മുരീദുകൾ എന്നെപ്പോലെ നോവർ. ഇതൊരു ഓവറാണ് എന്ന് തോന്നുന്ന ഏതെങ്കിലും മുജാഹിദ് സുഹൃത്തുക്കൾ എന്റെ സംസാരം ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങളെ എന്താണ് ഈ പറഞ്ഞത് എന്ന് നിങ്ങൾ ഒന്ന് മനസ്സുകൊടുത്ത് ചിന്തിക്കും. എന്നാൽ നിങ്ങളുടെ പ്രശ്നം തീരും. മുൻവിധിയോടെ കാണുന്നതിനപ്പുറം നിങ്ങൾ പഠന മനസ്സോടെ കാണൂ. എന്താ ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് പറഞ്ഞത്? എല്ലാ മുരീദുകൾ താന്താന്റെ ശൈഖ് പോൽ എന്റെ മുരീദു 213 പേജിൽ ഇതിന് സമാന
കൈക്കുള്ളിലായി ജീവിക്കവേ, സ്വർഗലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ, എങ്ങനെ അങ്ങോ സമ്പാദിച്ചു ഈ ഭൂമിയെ. ഇസ്ലാഹ് മാസിക 2000 ഇസ്ലാഹ് എന്റെ കയ്യിലുണ്ട്. മുജാഹിദിന്റെ എല്ലാ ഗ്രൂപ്പുകൾക്കും അത് ബാധകമാണ്. കാരണം മുജാഹിദിന്റെ ഗ്രൂപ്പിസം തുടങ്ങുന്നത് 2003 മുതലാണ്. 2015 ഇടയിൽ 8-10 ഗ്രൂപ്പായ എല്ലാ മുജാഹിദുകൾക്കും ഈ വരി ബാധകമാണ്. ഉമർ മൗലവിയെ പറ്റി പറഞ്ഞത് സ്വർഗലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ, എങ്ങനെ അങ്ങോ സമ്പാദിച്ചു ഭൂമിയെ. ആകാശഭൂമികളെക്കാളും വിശാലമായ സ്വർഗം എന്റെ കൈക്കുള്ളിലാണ്. ഉമർ മൗലവിയെ, നിങ്ങളുടെ കൈക്കുള്ളിലായിരുന്നോ സ്വർഗമെന്ന് ഉമർ മൗലവിയോട് പറയുകയാണ്. തീർന്നില്ല. സ്വർഗത്തിലേക്കു കൂതിച്ചാഹോ ചേതേന, വേദന ശാന്തിതൻ സായുജ്യമാകുവാൻ. ഉമർ മൗലവി മരണപ്പെട്ടപ്പോൾ ഇസ്ലാഹ് മാസിക പരേതന്റെ ആത്മാവിനോട് സംസാരിക്കുന്നത് സ്വർഗലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ, എങ്ങനെ അങ്ങോ സമ്പാദിച്ചു ഭൂമിയെ. സ്വർഗലോകം കൈക്കുള്ളിലായിരുന്നു. മാത്രമല്ല ഉമർ മൗലവി പോയത് സ്വർഗത്തിലേക്കാണ്. സ്വർഗത്തിലേക്കു കൂതിച്ചാഹോ ഛേദേന, വേദന ശാന്തിതൻ സായുജ്യമാകുവാൻ. ഇത്ര വരിയെന്ന് മൊഹീദ്ദീൻ എവിടെയും കാണുക. മൊയ്തീമാലെ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയോരുണ്ട് പോൽ എങ്കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുമടെന്നോവർ. മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ഒരു വാചകം, അദ്ദേഹം ചൊല്ലിയ കവിത ഖാദി മുഹമ്മദ് മറ്റൊരു മലയാളത്തിലെ കവിതയാക്കിയതാണ്. ഭൂമിയോരുണ്ട് പോൽ, ഭൂമി ഉരുണ്ടതാണ് എന്ന് സയൻസ് പറയുന്നതിന്റെ എത്രയോ നൂറ്റാണ്ട് മുമ്പ് ഭൂമി ഉരുണ്ടതാണെന്ന് കക്കൂറത്തി. അതൊരു കൂറ പോലെയാണ്, അതൊരു ബോൾ പോലെയാണ്, അത് ഉരുണ്ടതാണ്, അത് മുട്ടയാകൃതിയിലാണ് എന്ന് സയൻസ് പറയുന്നതിന്റെ നൂറ്റാണ്ട് മുമ്പ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞത് സാഹിത്യത്തിൽ മാത്രമല്ല, കേരളത്തിലെ, ഇന്ത്യ രാജ്യത്തെ എന്നല്ല ലോകത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും അഭിമാനപുഞ്ചമായി ശാസ്ത്രലോകത്തും ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഇവിടെ പഠിപ്പിച്ചത് വളരെ കൃത്യമായ ആളുകൾക്ക് അഭിമാനിക്കാവുന്നതാണെങ്കിൽ ഖാദി മുഹമ്മദ് തങ്ങൾ മുഹീദ്ദീൻ ശൈഖിനെ പറ്റി അത്രേ പറഞ്ഞിട്ടുള്ളൂവെങ്കിൽ ഉമർ മൗലവിയെ പറ്റി കേന്നമാർ പറഞ്ഞതെന്നറിയോ? ഉമർ മൗലവിയെ പറ്റി കേന്നമാർ പറഞ്ഞത് സ്വർഗലോകം കൈക്കുള്ളിലാക്കി എന്നാണ്. ഭൂമിയെക്കാളും ആകാശത്തെക്കാളും എത്രയോ വിശാലമാണ് സ്വർഗമെന്ന് ഖുർആൻ. വജന്നത്തിൻ അർളുഹ സ്സമാവാതു വൽ അർള്, ആകാശഭൂമിയേക്കാളും വലുതാണ് സ്വർഗമെന്ന് ഖുർആൻ പറയുന്നു. മാത്രമല്ല ഉമർ മൗലവി നേരെ സ്വർഗത്തിലേക്കാണ് പോയത് എന്നും ഇസ്ലാഹ് മാസികയിൽ പറയുന്നു. സ്വർഗത്തിലേക്കു കൂതിച്ചാഹോ ഛേദേന, വേദന ശാന്തിതൻ സായുജ്യമാകുവാൻ. അതുകൊണ്ട് തന്നെ എന്റെ സംസാരം ശ്രമിക്കുന്ന മുജാഹിദ് സുഹൃത്തുക്കൾക്ക് ഇതിൽ നീരസം തോന്നേണ്ടതില്ല. അത്ര ഏറെയൊന്നുമില്ലേ, നിങ്ങളുടെ മാലനേക്കാൾ കുറച്ച് കുറവാണ്. എന്നാൽ ഖാദി മുഹമ്മദിന്റെ വരികളിലേക്കും ഈരടികളിലേക്കും ഞാൻ വീണ്ടും പ്രവേശിക്കട്ടെ. ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് തങ്ങൾ പറയുകയാണ്, ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ജീലാനി പറയുകയാണ്, എല്ലാ മുരീദുകൾ താന്താന്റെ ഷെയ്ഖെ പോൽ, എന്റെ മുരീദുകൾ എന്നെ പോലെന്നോവർ. മഹാനായ ഷെയ്ഖ് ജീലാനി പറയുന്നത്, എല്ലാ ഗുരുവര്യന്മാരുടെയും ശിഷ്യന്മാർ ഗുരുവര്യനെ പോലെയാണെങ്കിൽ എന്റെ ശിഷ്യന്മാർ എന്നെ പോലെയാണെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഷെയ്ഖ് എന്നത് ആധ്യാത്മിക ലോകത്തെ ഗുരുവാണ്. ആധ്യാത്മികത എന്നത് ഇസ്ലാമിന്റെ കാതലാണ്, ഇസ്ലാമിന്റെ കാതലാണ് തസവുഫ്. അതിൽ ഗുരു ഷെയ്ഖും ശിഷ്യന്മാർ അവർ മുരീദുമാരുമാണ്. എല്ലാ ശിഷ്യന്മാരും ഷെയ്ഖിനെ പോലെയാണ്, ഗുരുവിനെ പോലെയാണ്. എന്റെ മുരീദുകൾ എന്നെ പോലെയാണ്, എന്റെ ശിഷ്യന്മാർ എന്നെ പോലെയാണെന്ന് മഹാനായ ഷെയ്ഖ് ജീലാനി പറയുന്നു. അതിലെന്താ തെളിവേണ്ടത്? അതെല്ലാവർക്കും സാമാന്യം അറിയുന്ന കാര്യമല്ലേ, ശിഷ്യന്മാർ ഉസ്താദിനെ പോലെയാകുക എന്നുള്ളത്. അതിന് തെളിവ് വേണം. മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. എന്താ അത് പറയാനുള്ള നിമിത്തവും, എന്താണ് ആ പറഞ്ഞതിന്റെ പൊരുൾ, ആ പറഞ്ഞതിലൂടെ എന്താണ് ഷെയ്ഖ് ജീലാനി സമർത്ഥിച്ചത് എന്ന് ചോദിച്ചാൽ, അള്ളാഹു എനിക്കൊരുപാട് സൗഭാഗ്യം തന്നിട്ടുണ്ട്, അള്ളാഹു എനിക്കൊരുപാട് ഇൽമു തന്നിട്ടുണ്ട്, അള്ളാഹു എനിക്കൊരുപാട് പദവികൾ തന്നിട്ടുണ്ട്. എന്റെ പിന്നാലെ കൂടി പഠിക്കുന്ന ആളുകൾക്ക് ആ പദവി ലഭിക്കുന്നുണ്ട്, ആ അറിവുകൾ ലഭ്യമാണ്. അതുകൊണ്ട് എന്റെ പിന്നാലെ കൂടിക്കോളൂ എന്ന് ഷെയ്ഖ് ജീലാനി തന്റെ ദർസിലേക്ക്, തന്റെ ആത്മീയ സവിധത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് പ്രേരിപ്പിച്ചൊരു വാചകമാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? എങ്ങനെ പറയാൻ പറ്റുമോ?
ശൈഖ് ജീലാനിക്ക് അല്ലാഹു കൊടുത്ത മഹത്വം പറയാൻ പറ്റുമോ എന്നാണോ? അമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലാഹു തആല നിങ്ങൾക്ക് തന്ന നിഅ്മത്ത് എടുത്തു പറയണം. നല്ല ഉദ്ദേശത്തോടെ എടുത്തു പറഞ്ഞാൽ അത് പ്രതിഫലവർഹമാണ്. ഇനി പ്രധാനപ്പെട്ട ആളുകളുടെ ശിഷ്യന്മാർ പ്രധാനികളാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ഹാബീ കന്നുജൂം, അസ്ഹാബീ കന്നുജൂം. എന്റെ ശിഷ്യന്മാർ, എന്റെ മുരീദുമാർ, എന്റെ സഹാബാക്കള് കന്നുജൂം, അവർ നക്ഷത്ര താരങ്ങളാണ്, അവർ ഗാലക്സികൾക്ക് തത്തുല്യരാണ്, അവർ സർവ്വലോകത്തിന്റെയും മുകളിലാണ്, അവർ സർവ്വശിഷ്യനേക്കാൾ മുകളിലാണ്, അവർ സർവത്തിന്റെയും മുകളിലാണ് എന്റെ ശിഷ്യന്മാർ. ഒരു ഗാലക്സിയെ നോക്കിയിട്ട്, ഒരു നക്ഷത്ര പ്രകാശത്തെ നോക്കിയിട്ട് ആയിരക്കണക്കിന് കപ്പലുകൾ കടലിലൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, ആ കപ്പലുകൾക്ക് ആ ഗാലക്സി വഴികാട്ടുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനെ നോക്കിയിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് വഴി നോക്കാം, അവർക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ലൈഫല്ലേ? എന്താ ലൈഫ് എന്ന് പറഞ്ഞാൽ? ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത ലൈഫാ ഇത് പറയുന്നത്. ഇങ്ങോട്ട് വരി, ഞാൻ പറഞ്ഞുതരാം എന്താണ് ലൈഫ്, എപ്പോഴാ ലൈഫ്, എന്താണ് ലൈഫിന്റെ അവസ്ഥ. അതിനാണ് ഞങ്ങൾ സംവാദം സംഘടിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തത്, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവരുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആൾ ആരാണ്? തങ്ങളുടെ ഉമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്താണ്? മനസ്സ് തുറന്ന് കേൾക്കൂ സഹോദരങ്ങളെ, ഇസ്ലാമിക സമൂഹം പഠിക്കേണ്ട അടിസ്ഥാനപരമായ ആദർശങ്ങളാണ് സംസാരിക്കുന്നത്. ഇസ്ലാമിക സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത്, ഈ ഉമ്മത്തിൽ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്ത് പ്രവാചക ശിഷ്യനാവുക എന്നതാണ്. പ്രവാചക ശിഷ്യനാവുക എന്നതാണ്. ആ പ്രവാചക ശിഷ്യന്മാരിൽ ഏറ്റവും ഉന്നതർ, പ്രവാചകനെ ഏറ്റവും സ്നേഹിക്കുകയും പ്രവാചകനെ ഏറ്റവും ഖിദ്മത്ത് ചെയ്യുകയും പ്രവാചകനെ ഏറ്റവും മനം കവരുകയും ചെയ്ത ആളുകളാണ്. സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം, വളരെ പ്രസിദ്ധമായ ഹദീസ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളവர்கள் ഒരിക്കൽ പ്രവാചകനോട് ചോദിച്ചു, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, സിദ്ദീഖ് തങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു രാത്രി എനിക്ക് സംഭാവന തരുമോ, എനിക്ക് തരുമോ? ഞാനതിന് എന്റെ ജീവിതം മുഴുവനും പകരം തരാം. എങ്ങനെ? മട്ടന്നൂരിലെ ഒരു ഷോപ്പ് എന്റെ സുഹൃത്തിനോട് ഞാൻ ചോദിക്കണം, ആ ഷോപ്പ് എനിക്ക് തരുമോ? എന്റെ ഗ്രാമം പൊറോറയിലെ ഒരുപാട് ഏക്കർ ഞാൻ നിങ്ങൾക്ക് തരാം. കാരണം ആ ഏക്കർക്ക് അത്രേ വിലയുള്ളൂ. മട്ടന്നൂരിലെ ഒരു ഷോപ്പിന് എത്ര വിലയുണ്ട്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ തങ്ങൾ ചോദിക്കുകയാണ്, ഷോപ്പിനല്ല, റബ്ബർ എസ്റ്റേറ്റിനല്ല, തെങ്ങിൻ തോപ്പിനല്ല, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു രാത്രിയിലെ ഇബാദത്ത് എനിക്ക് തരുമോ? എന്റെ ജീവിതമാസകലം ഇബാദത്ത് നിങ്ങൾക്ക് തരാം. ആരാണ് ചോദിക്കുന്നതെന്നറിയുമോ? ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ വീറ്റപ്പുലി, ഗർജിക്കുന്ന പുലിക്കുട്ടി, മഹാനായ കിസ്റാ കൈസറിന്റെ കോട്ടകൊത്തളങ്ങൾ വിറകൊള്ളിച്ച ഭരണാധികാരി, ലോകത്തിന്റെ അട്ടദിക്കുകളിലും ഇസ്ലാമിന്റെ പതാക പാറിക്കളിപ്പിച്ച ഭരണാധികാരി, 10 കൊല്ലം തന്റെ ഇസ്ലാമിക റിപ്പബ്ലിക് ചാലകത്തിലൂടെ ലോകത്തിന്റെ അട്ടദിക്കുകളിലും ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ച മുഹമ്മദിയ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരി. ഈ രാജ്യം 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ബ്രിട്ടീഷുകാരുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് മോചിതമായപ്പോൾ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ വായു വന്നു വന്നപ്പോൾ, നമ്മുടെ അഭിവന്യനായ ഗാന്ധിജി, മഹാത്മജി ഈ രാജ്യത്തിന്റെ നടുത്തളത്തിൽ ഇറങ്ങിയിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്. ഓരോ ഇന്ത്യക്കാരനും 100 തവണ വായിക്കേണ്ട, ആവർത്തിച്ച് വായിക്കേണ്ട വാചകം. എന്നാണ് ഗാന്ധിജി പറഞ്ഞതെന്നറിയോ? ഈ രാജ്യം ബ്രിട്ടീഷുകാരുടെ വള്ളക്കാരുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് മോചിതമായ ഈ രാജ്യത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണ് എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഭരണം ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിക വൃത്തത്തിൽ കാഴ്ചവെച്ച ഭരണാധികാരി എത്രയോ ദിനരാത്രങ്ങൾ ഉറക്കമറച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് ഇസ്ലാമിന് സേവനം ചെയ്ത, വീടാന്തരം കയറി ഭക്ഷണം കഴിക്കാത്തവരുണ്ടോ? വീടില്ലാത്തവരുണ്ടോ? രാജ്യത്തിൽ എവിടെയെങ്കിലും റോഡുണ്ടോ? റോഡ് വെട്ടി മുറിഞ്ഞിട്ടുണ്ടോ? വ്യഭിചാരികൾ എവിടെയെങ്കിലും ഉണ്ടോ? കള്ളന്മാർ എവിടെയെങ്കിലും ഉണ്ടോ? കൊള്ളക്കാർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വീട്ടിലൊരിക്കലും അന്തി ഉറങ്ങാതെ തന്റെ സഹചാരിയായ തൽഹത്തിനെയും കൂട്ടി രാജ്യാന്തരം ചുറ്റി നടന്ന ചരിത്രത്തിൽ ഒരാൾ തുല്യനായ വ്യക്തിയെ സമർപ്പിക്കാൻ കഴിയാത്ത ഭരണാധികാരി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര വലിയ സേവന ചെയ്തത് ലോകത്ത്! ഇസ്ലാമിന് മാത്രമല്ല, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല. ചെയ്ത ഉമർ റളിയല്ലാഹു അൻഹു മഹാനായ സിദ്ദീഖിനോട് ചോദിക്കുന്നത്,
എന്റെ എല്ലാ തോപ്പുകളും എന്റെ എല്ലാ ജീവിതങ്ങളും രാത്രി എന്നറിയുമോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മുഴുവനും കേൾക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ SKSFന്റെ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ, ഇന്റർനെറ്റിലൂടെ UAE-യിൽ നിന്നും, ഖത്തറിൽ നിന്നും, ഒമാനിൽ നിന്നും, ബഹ്റൈനിൽ നിന്നും, സുഡാനിൽ നിന്നും, സിംഗപ്പൂരിൽ നിന്നും, മലേഷ്യയിൽ നിന്നും, സൗദിയിൽ നിന്നും, സർവ്വ ദിക്കുകളിൽ നിന്നും നമ്മുടെ മലയാള സുഹൃത്തുക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു ഈ ക്ലാസ് റൂമിന്റെ സംവിധാനം ഒരുക്കി നമ്മുടെ പ്രവർത്തകർക്ക് മഗ്ഫിറത്തും റഹ്മത്തും അവർ അർഹിക്കുന്ന പ്രതിഫലവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, സിദ്ദീഖ് തങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രാത്രി എനിക്ക് തരുമോ? ഏതാണ് ആ രാത്രി എന്നറിയോ? പ്രവാചകന് മടിത്തട്ടി വിരിച്ചു കൊടുത്ത് ഖിദ്മത്ത് ചെയ്ത ഒരു രാത്രിയുണ്ട്. പ്രവാചകനെ ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞ സമയത്ത് പ്രവാചകൻ പാതിരാക്ക് തന്റെ വീട് വിട്ടുകൊണ്ട് മദീനയിലേക്ക് ഹിജറ പോയ രാത്രിയിൽ സൗർ മലയിൽ കയറി, സൗർ ഗുഹയിൽ കയറി ഒളിച്ചിരിക്കുന്ന സമയത്ത് പ്രവാചകന് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ക്ഷീണിച്ചു നിൽക്കുന്ന ഹബീബിന് മടിത്തട്ടി വിരിച്ചു കൊടുത്തൊരു രാത്രി. ആ രാത്രി എനിക്ക് തന്നെങ്കിൽ എന്റെ ജീവിതം മുഴുവനും നിങ്ങൾക്ക് തരാമെന്ന് പറയാൻ മാത്രം ആ രാത്രി സമ്പൽ സമൃദ്ധമാകുന്നത് അത് പ്രവാചക ഖിദ്മത്തിന്റെ രാത്രിയായതുകൊണ്ടാണ്. മാത്രമല്ല, ഒരു സഹാബിന്റെ അത്ര ഫളിൽ എത്ര നിസ്കരിച്ചാലും സഹാബിയല്ലാത്ത ഒരാൾക്ക് ലഭ്യമല്ല. കാരണം സഹാബിന്റെ അമൽ സുഹ്ബത്ത് എന്ന അമലാണ്. അത്ര വലിയ അമൽ ഇല്ല. ആ സുഹ്ബത്ത് എന്നത് പ്രവാചകന്റെ കൂടെ മുസ്ലിമായി കഴിയുക എന്നതാണ്. അപ്പോ പ്രവാചകരുടെ അനുയായിയുടെ ബഹുമാനം, പ്രവാചക ശിഷ്യന്റെ ബഹുമാനം, അത് പ്രവാചക ശിഷ്യന് ഒരു സഹാബിക്ക് ലഭിക്കുന്ന ബഹുമാനം പ്രവാചകന്റെ തിരുമുഖത്ത് നോക്കിയിരുന്നത് കൊണ്ടാണെങ്കിൽ ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞതും അത് തന്നെയാണ്. എല്ലാ മുരീദുകൾ താന്താന്റെ ശൈഖേ പോൽ എന്റെ മുരീദുകൾ എന്നെ പോലെന്നോവർ. ഇനിയും ധാരാളം ഉദ്ധരണികൾ ഈ സംബന്ധമായി വായിക്കാൻ കഴിയും. അതിൽ യാതൊരു ശിർക്ക് പോയിട്ട് വിദേഹത്ത് പോയിട്ട് ഒരു അത്ഭുതമായ ഒന്നുമില്ല. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു പരമപറ്റ സത്യമാണ്. ഇനി അടുത്ത വരിയിൽ മഹാനായ ഖാദി മുഹമ്മദ് തങ്ങൾ പറയുകയാണ്, എല്ലാ മാശായിഖന്മാരുടെ തോളുമ്മൽ ഏകല്ലാരുളാലെ എന്റെ കാലം നോവർ. അതിനെയും പരിഭാഷപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വിധം എല്ലാവർക്കും തിരിയുന്ന ഭാഷയാണ്. എല്ലാ മാശായിഖന്മാരുടെ തോളുമ്മൽ, എല്ലാ മഹാന്മാരായ ആളുകളുടെയും തോളിലാണ് ഏകല്ലാരുളാലെ എന്റെ കാലെന്നോവർ. ഏകൽ അരുളാലെ എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയ വലിയ സൗഭാഗ്യത്തിനായി എന്റെ കാലിൽ എന്ന് ശൈഖ് ജീലാനി തങ്ങളെ തൊട്ട് ഖാദി മുഹമ്മദ് തങ്ങൾ ഉദ്ധരിക്കുന്നു. അങ്ങനെ ഉണ്ടോ? അങ്ങനെയുണ്ടോ? എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? എന്റെ കാല് എല്ലാവരുടെയും ചുമലിലാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അങ്ങനെ ആരെങ്കിലും ശൈഖ് ജീലാനിയെ പറ്റി പറയാൻ എന്താണ് അതിന്റെ പ്രചോദകം? വളരെ കൃത്യമായി ഈ വിഷയം ഞാൻ നേരത്തെ ഉദ്ധരിച്ച അല്ലെങ്കിൽ വിശദീകരിച്ച ഈ ബഹിജ എന്ന കിതാബിൽ ഏതാണ്ട് 100ഓളം പേജിൽ അതാണ് ചർച്ച. ഒരൊറ്റ മേഖല, വളരെ വിശാലമായ ചർച്ച, നൂറുകണക്കിന് ഉദ്ധരണികൾ, സനദുകളോടുകൂടിയുള്ള റിപ്പോർട്ടുകൾ ബഹിജയിൽ ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ ശൈഖ് ജീലാനി ജനിക്കുന്നതിന്റെ 200 വർഷങ്ങൾക്ക് മുമ്പ്, ശൈഖ് ജീലാനി ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജനിക്കുന്നതെങ്കിൽ അതിന്റെ 200 വർഷങ്ങൾക്ക് മുമ്പ് ബഹ്ജത്തുൽ അസ്റാറിന്റെ 6ാമത്തെ പേജിൽ കാണാം. തുടക്കം തന്നെ അതാ ചർച്ച. അത് പറഞ്ഞിട്ടാ തുടങ്ങുന്നത്. ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല അതാണ്. ശൈഖ് ജീലാനി ജനിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ്
ഒരു വലിയ മഹാൻ, ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വലിയ മഹാൻ അബൂബക്കർ അൽ ബത്താഇഹി എന്ന് പറയുന്ന പണ്ഡിതൻ തന്റെ ശിഷ്യന്മാരെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞൊരു വാചകം ബഹ്ജയിൽ സനദോടുകൂടി ഉദ്ധരിക്കുന്നു. എന്താണത്? സൗഫ യദ്ഹറു ബിൽ ഇറാഖ് റജുലുൻ, ഇറാഖിൽ ശേഷം ഒരാൾ വരാനുണ്ട്. ഇതൊരു പ്രവചനമാണ്, ഒരു വലിയന്റെ ഒരു പ്രവചനമാണ്, അള്ളാഹുവിന്റെ ദീനീ പണ്ഡിതന്റെ ഒരു പ്രവചനമാണ്. അങ്ങനെ പ്രവചിക്കാൻ പറ്റുമോ? ഖുർആൻ ദേശം പ്രവചനല്ലേ? ഖുർആന്റെ പകുതിയിലേറെ ആശയങ്ങളും ഏതാണ്ട് പ്രവചനങ്ങളാണ്. ഒരുപാട് പ്രവചനങ്ങൾ, വരാൻ പോകുന്ന സംഗതികൾ അള്ളാഹു പഠിപ്പിക്കുന്നു. ഇനി പ്രവാചകന്റെ ഹദീസുകൾ നോക്കിയാൽ ധാരാളം പ്രവചനങ്ങളുണ്ട്. ഇനി പുണ്യവാന്മാരുടെ പ്രവചനവും ഖുർആനിലും സുന്നത്തിലുമുണ്ട്. അപ്പോ ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന കറാമത്ത് കൊണ്ടും മൂജിസത്ത് കൊണ്ടും പ്രവചിക്കും. ഒരു വലിയ ഷെയ്ഖ് ജീലാനി വർഷിക്കു ജനിക്കുന്നതിന്റെ എത്രയോ നൂറുകണക്കിന് കൊല്ലം മുമ്പ് പറയുകയാണ്, ഇറാഖിൽ ഒരാൾ വരാനുണ്ട്. മിനൽ അജം, ഇറാഖിൽ അന്നത്തെ ഭാഷ പേർഷ്യൻ ഭാഷയാണ്. ആ അജമുകളിൽപ്പെട്ട, അനർബികളിൽപ്പെട്ട പേർഷ്യക്കാരനായ ഒരാൾ വരാനുണ്ട്. അദ്ദേഹം ഏലിൽ മൻസിലത്തി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതനായ സ്ഥാനമുള്ള ആളാണ്. വഇന്നന്നാസ്, ജനങ്ങളും അങ്ങേയറ്റം ബഹുമാനിക്കുന്ന മനുഷ്യനാണ്. ഇസ്മുഹു അബ്ദുൽ ഖാദിർ, അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ഖാദിർ എന്നാണ്. വമസ്കനുഹു ബിബഗ്ദാദ്, ബഗ്ദാദിൽ അദ്ദേഹം വസിക്കും. യഖൂലു, അദ്ദേഹം പറയും, ഖദമി അലാ റഖബതി കുല്ലി വലിയില്ലാഹ്, എല്ലാ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെയും പെരടിയിലായിരിക്കും എന്റെ കാല് എന്ന് അക്കാലത്തിൽ പ്രഖ്യാപിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ കടന്നു വരാനുണ്ട് എന്ന് ഷെയ്ഖ് ജീലാനി ചേരുന്നതിന്റെ 200ഓളം കൊല്ലം മുമ്പ് പലരും പറഞ്ഞ പല ഉദ്ധരണികളിൽ ഒന്ന് മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത്. ഇനി വേറെയും മഹാനായ അഹ്മദുൽ ജുവനി റളിയല്ലാഹു എന്ന് പറഞ്ഞ ഒരു വാചകം കാണാം. ഇറാഖിൽ ഒരാൾ വരും. അന്നഹു സയൂലദു ബിഅർളിൽ അജം മൗലൂദുൻ ലഹു ളുഹൂറുൻ അലീമുൻ ബിൽ കറാമ, വലിയ കറാമത്തുള്ള ഒരു മനുഷ്യൻ ശേഷം വരും. വഖബൂലുൻ താമുൻ ഇൻദ കാഫത്തിൽ ഔലിയ, എല്ലാ ഔലിയാക്കളുടെ അടുക്കും അങ്ങേയറ്റം ബഹുമാനമുള്ള മനുഷ്യനായിരിക്കും. യഖൂലു, അദ്ദേഹം പ്രഖ്യാപിക്കും, ഖദമി അലാ റഖബതി കുല്ലി വലിയില്ല, എന്റെ കാൽ എല്ലാ ഔലിയാക്കളുടെയും പെരടിക്ക് മുകളിലാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ വരും. വതന്തരിജുൽ ഔലിയാഉ ഫീ വഖ്തിഹി തഹത ഖദമിഹി, ആ കാലഘട്ടത്തിലുള്ള എല്ലാ പണ്ഡിതരും ഔലിയാക്കളും അദ്ദേഹത്തിന്റെ കീഴിലായിരിക്കും, അവരുടെയൊക്കെ ഏറ്റവും മുകളിലായിരിക്കും തന്റെ സ്ഥാനമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരാൾ ശേഷം വരാനുണ്ട് എന്ന്. ശേഷം വരാൻ പോകുന്ന ഷെയ്ഖ് ജീലാനിയെ പറ്റി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പലരും പറഞ്ഞത് വളരെ കൃത്യമായ സനദോടുകൂടി മുജാഹിദുകളുടെ കേന്നമിന്റെ പുസ്തകമായ ഷെയ്ഖ് ജീലാനി എന്ന് പറയുന്ന E.K. മൗലവി എഴുതിയ ഈ പുസ്തകത്തിൽ ഉദ്ധരിച്ച ബഹിജ, ഈ പുസ്തകത്തിൽ ഇത് E.K. മൗലവി എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഷെയ്ഖ് ജീലാനിയെ പറ്റി ഇതിന്റെ പരാമർശം, ഷെയ്ഖ് ജീലാനി എന്നാണ് ഇതിന്റെ പേര്. ഈ പുസ്തകത്തിൽ കോട്ട് ചെയ്ത് ഉദ്ധരിച്ച അതേ ബഹിജ, ആ ബഹിജയിലാണ് ഇത് പറയുന്നത്. ഇനി കേൾക്കണോ? ഷെയ്ഖ് ജീലാനി വന്നു. മഹാനായ ഷെയ്ഖ് ജീലാനി പ്രായോഗിക ലോകത്തേക്ക്, പ്രവൃത്തി ലോകത്തേക്ക്, പ്രപഞ്ച ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് പിന്നെയും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് ജീലാനി തന്റെ ഗുരുവര്യനായ താജുൽ ആരിഫീൻ അബുൽ വഫാ തങ്ങളുടെ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ അബ്ദുൽ ഖാദർ എന്ന ചെറിയ കുട്ടി താജുൽ ആരിഫീൻ ബഹുമാനപ്പെട്ട അബുൽ വഫാ തങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ആ താജുൽ ആരിഫീൻ അബുൽ വഫാ തങ്ങൾ പറയും, ഈ വരാൻ പോകുന്ന കുട്ടിനെ കാണുമ്പോ എല്ലാവരോടും പറയും, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, ആ കുട്ടിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്ക് എന്ന് ഈ വലിയ ഗുരുവര്യർ പറയാറുണ്ട്. ആരോ ഒരാൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ എപ്പോഴും ആ കുട്ടി വരുമ്പോൾ എഴുന്നേറ്റെന്ന് ബഹുമാനിക്കാൻ പറയുന്നത്? ബഹുമാനപ്പെട്ട താജുൽ ആരിഫീൻ അബുൽ വഫാ തങ്ങൾ പറഞ്ഞു, ഇദ്ദേഹം പിന്നീട് പ്രഖ്യാപിക്കാൻ പോകുന്ന മനുഷ്യനാണ്. ഖദമി അലാ റഖബതി കുല്ലി വലിയില്ല, എല്ലാ ഔലിയാക്കളുടെയും മുകളിലാണ് എന്റെ കാല് എന്ന് പ്രഖ്യാപിക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്ത മനുഷ്യനാണിത് എന്ന് അദ്ദേഹം പറയാറുണ്ട്. ഇനി കേൾക്കണോ നിങ്ങൾക്ക്? മഹാനായ ഷെയ്ഖ് ജീലാനി പ്രഖ്യാപിക്കുന്നു, 50ഓളം ആളുകൾ ഇരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച്, വലിയ പണ്ഡിതന്മാർ ഇരിക്കുന്ന സദസ്സിൽ വെച്ച് ഷെയ്ഖ് ജീലാനി ഇത് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഷെയ്ഖ് ജീലാനി എന്തെങ്കിലും പറയുന്ന ആളാണെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. മഹാനായ ഷെയ്ഖ് ജീലാനിയുടെ ഫുതൂഹുൽ ഗൈബിൽ ഷെയ്ഖ് ജീലാനി പറഞ്ഞൊരു വാചകമുണ്ട്, വമാ ഖുൽതു ഹത്താ ഖീല കുല്ലി വലാ തഖഫ് വഅൻത വലിയ്യുൻ ഫീ മഖാമിൽ വിലായത്തി, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഇല്ലാ ഖീലലി, എനിക്ക് ഓർഡർ വന്നിട്ടല്ലാതെ കുൽ
ശൈഖ് ജീലാനി തങ്ങളെ നിങ്ങൾ പറഞ്ഞോളൂ വലാ തഖഫ്, നിങ്ങൾ ഭയപ്പെടണ്ട എന്ന വിളിയാണം വരുമ്പോഴേ ഞാൻ എന്തും പ്രഖ്യാപിക്കാറുള്ളൂ എന്ന് ശൈഖ് ജീലാനി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഫുതൂഹുൽ ഗൈബിലുണ്ട്. وما قلت حتى قيل قل لي ولا تخف وأنت ولي في مقام الولاية. അങ്ങനെ ഒരു മനുഷ്യനോട് അല്ലാഹ് സംസാരിക്കുമോ? എല്ലാം ഓർഡർ അനുസരിച്ച് മാത്രമേ ഒരു മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയൂ എന്നുണ്ടോ? അങ്ങനെ ആളുകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തുൽ കഹ്ഫിൽ കാണാം ഖിദർ നബി അലൈഹിസ്സലാം മൂസാ നബിയോട് പറഞ്ഞത് ഖിദർ നബിയല്ല എന്ന അഭിപ്രായമുണ്ട്. ഖിദർ വലിയാണോ നബിയാണോ ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. സഹീഹുൽ ബുഖാരിയിൽ 17-ാമത്തെ പേജിൽ കാണാം സാഹിബ് മൂസാ നബിയുടെ ജൈത്രയാത്രയിൽ, വൈജ്ഞാനിക യാത്രയിൽ ആരെയാണ് മൂസാ നബി കണ്ടുമുട്ടിയത്? അത് ഖദറിനെയാണോ അല്ല ഖദറല്ലാത്ത വേറെ ഒരാളെയാണോ എന്ന് ഇബ്നു അബ്ബാസ് തങ്ങളും മറ്റൊരു മനുഷ്യനും കൂടി തർക്കം കൂടുകയും ഉബയ്യ് ഇബ്നു കഅബ് എന്ന സഹാബി ആ തർക്കത്തിന് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്ത സംഭവം സഹീഹുൽ ബുഖാരിയുടെ 17-ാമത്തെ ജുസ്ഇൽ വിവരിക്കുമ്പോൾ ആ മഹാനായ ഖദർ അത് നബിയാണോ അല്ലേ ഖണ്ഡിതമായ തെളിവില്ല. ഖുർആനിലില്ല, ഹദീസിലില്ല. പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ ശൈഖ് ജീലാനി ആ ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ ഞാനും നിങ്ങളും വെള്ളിയാഴ്ച പാരായണം ചെയ്യാറുണ്ടല്ലോ. വമാ ഫഅൽതുഹു അൻ അംരി, ഒന്നും ഞാൻ എന്റെ വക ചെയ്യൂല, എല്ലാം അല്ലാഹുവിന്റെ കൽപ്പന കിട്ടാതെ ഞാനൊന്നും ചെയ്യാറില്ല എന്ന് മഹാനായ ഖദർ പറഞ്ഞത് ഖുർആനിലുണ്ട്. വമാ ഫഅൽതുഹു അൻ അംരി ദാലിക തൽബീലു മാ ലം തസ്തതി അലൈഹി സബ്റാ എന്ന് മഹാനായ ഖദർ എന്ന് പറയുന്ന വലിയ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ശൈഖ് ജീലാനിയും പറയുന്നു വമാ ഖുൽതു ഹാദൽ ഖൗല ഖുല്ലി വലാ തഖഫ് വഅൻത വലിയ്യുൻ ഫീ മഖാമിൽ വിലായതി. എന്നോട് പറയൂ, ചൊല്ലൂ എന്ന് പറയാതെ ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ല് നീ എന്റെ അമാനിൽ അതെന്നോ അവർ. അങ്ങനെ അള്ളാഹുവിന്റെ ഓർഡർ കിട്ടിയിട്ട് ശൈഖ് ചൊല്ലിയതാണ്. ശൈഖ് പറഞ്ഞതാണ് ഖദമി അലാ റഖബതി കുല്ലി വലിയില്ല. ശൈഖ് ജീലാനി പറഞ്ഞു 50ഓളം വലിയ വലിയ പണ്ഡിതന്മാരുള്ള സദസ്സിൽ വെച്ച് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ബഹ്ജത്തുൽ അസ്റാറിന്റെ 51-ാമത്തെ പേജിൽ 14-ാമത്തെ പേജിലും 15-ാമത്തെ പേജിലും വളരെ കൃത്യമായി വിവരിക്കുന്നു. ഈ ബഹ്ജയുടെ 14-ാമത്തെയും 15-ാമത്തെയും പേജിൽ. ഇനി ഒരു വലിയനോട് എങ്ങനെയാണ് അല്ലാഹ് പറയുക? ഒരു നബിനോട് അല്ലാഹ് വഹി അറിയിച്ചിട്ട് പറയും. ഒരു വലിയനോട് അല്ലാഹു എങ്ങനെ സംസാരിക്കും? ഏത് രീതിയാണ്? അങ്ങനെ വല്ല തെളിവുണ്ടോ? വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കൂ. അല്ലാഹുവിന്റെ ഖുർആൻ സംസാരിക്കുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് വഇദ് ഖാലത്തിൽ إن الله اصطفاك وطهرك صفاك على نساء العالمين. മഹദി മറിയം അലൈഹിസ്സലാം. മറിയം നബിയല്ലല്ലോ? ആണോ? നബിച്ചില്ലല്ലോ. 1.25 ലക്ഷം നബിമാരേ ഉള്ളൂ. മറിയം നബിച്ചിയല്ല, വലിയത്തുല്ലാഹി മറിയമാണ്. വിശുദ്ധ ഖുർആനിൽ മറിയം ബീവിയുടെ ചരിത്രം പറയുന്നു. ധാരാളം കാര്യങ്ങൾ മറിയം ബീവിയോട് അല്ലാഹു അറിയിച്ചിട്ടുണ്ട്. ഒരു വലിയത്തിനോട്, ഒരു മുഅ്മിനത്തായ വലിയത്തിനോട് ധാരാളം വിഷയങ്ങൾ അല്ലാഹു അറിയിച്ചത് വിശുദ്ധ ഖുർആൻ. ഇനി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ വഔഹൈനാ ഇലാ ഉമ്മി മൂസാ അനിർളിഹി, മൂസാ നബിന്റെ ഉമ്മയോട് നാം സന്ദേശം കൊടുത്തു. ഒരു വലിയത്താണ് മൂസാ നബിന്റെ ഉമ്മ. അല്ലാഹു തആല വഹി കൊടുത്തു, അല്ലാഹു വിവരം കൊടുത്തു, അല്ലാഹു മലായികത്തിന് മുഖേന സംസാരിച്ചു. ഇനിയും മറിയം ബീവിയോട് സംസാരിച്ചത് വിശുദ്ധ ഖുർആനിലുണ്ട്. ധാരാളം കാണാം, ധാരാളം തെളിവുകൾ. അങ്ങനെ ഒരു വലിയനെ എല്ലാവരേക്കാളും വലിയ ആളാണ് എന്ന്, ഈ ഉമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണെന്ന് അങ്ങനെ ഒരു പദവി ഒരാൾക്ക് ലഭിക്കാമോ? അല്ലാഹു തആല അങ്ങനെ ഒരു പദവി ഒരാൾക്ക് കൂടെ. നിങ്ങളറിയാം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലു ഇമ്രാനിലെ 42-ാമത്തെ വചനത്തിൽ ഞാൻ നേരത്തെ ഓതിയ ആയത്തിൽ വീണ്ടും ഒരു പാഠം. ഈ ആയത്തിന്റെ 2-ാമത്തെ മെസ്സേജ് എന്താണ്? ഈ ആയത്തിൽ പറയുന്നത് വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. മറിയമേ, നിങ്ങളെ ഞാൻ സർവ്വലോകത്തുള്ള പെണ്ണുങ്ങളെക്കാൾ ശ്രേഷ്ഠരാക്കി. ഖദമി അലാ റഖബാത്തിൽ ഔലിയാഇ തുറാ.
മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞത് ഞാൻ എല്ലാ ഔലിയാക്കളെയും മേലെയാണ്. മറിയം ബീവിയോട് അല്ലാഹു പറയുന്നു വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ, എല്ലാ പെണ്ണുങ്ങളുടെ മുകളിലാണ് നിങ്ങൾ, എല്ലാ സഹോദരിമാർക്കും മുകളിലാണ് നിങ്ങളെന്ന് മറിയം ബീവിയോട് അല്ലാഹു പറയുകയാണ്. ഇത് സംശയിക്കുമ്പോൾ, ഇത് പറയുമ്പോൾ ഒരാൾക്കൊരു സംശയം, സഹാബത്തിനേക്കാളും വലുതാണോ മുഹീദ്ദീൻ ശൈഖ്? അല്ല, ഒരിക്കലും. മദ്ഹബിന്റെ ഇമാമുകളെക്കാളും സഹാബികളെക്കാളൊക്കെ പദവിയിൽ താണവരാണെങ്കിലും പിൽക്കാലത്ത് വന്ന തന്റെ മുമ്പിലുമുള്ള ധാരാളം ഔലിയാക്കളെക്കാൾ, ലക്ഷക്കണക്കിന് ഔലിയാക്കളെക്കാളും മുകളിലാണ് ഇതാണെന്നാണ് അർത്ഥം. എല്ലാവരെക്കാളും എന്നത് ഒരു പൊതുപ്രയോഗമാണ്. ഏതുപോലെ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മറിയമിനോട് അല്ലാഹു പറഞ്ഞെന്താ? എല്ലാ പെണ്ണുങ്ങളെക്കാളും നിങ്ങൾ മേലെയാണ്. ആണോ? അല്ല. ഖദീജ ബീവിന്റെ താഴെയാണ് മറിയം ബീവി അലൈഹിസ്സലാം. ഖദീജ ബീവിയാണ് ഏറ്റവും മഹത്വമുള്ളത് എന്ന് ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടതായി കാണാം. എന്നിട്ടും മറിയം ബീവിയോട് അല്ലാഹു പറയുന്നു വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ, സർവ്വ പെണ്ണുങ്ങളെക്കാളും നിങ്ങൾ മേലെയാണ് എന്ന്. അപ്പൊ അതിൽ നിന്ന് മറിയം ഖദീജ ബീവി ഒഴിവാക്കപ്പെടണമെന്ന് ഹദീസ് കൊണ്ട് പ്രത്യേകമായി ലഭ്യമായതുപോലെ എല്ലാ ഔലിയാക്കളുടെയും മുകളിലാണെന്ന് പറഞ്ഞാൽ ഹദീസ് കൊണ്ട് ഖാസാക്കപ്പെട്ട സ്വഹാബത്തിനെ പോലുള്ള മദ്ഹബിന്റെ ഇമാമുകളെ പോലുള്ള ആളുകളെ ഒഴിച്ചു നിർത്തണം എന്ന് അതിനെ ഇസ്തസ്ന ചെയ്യപ്പെടേണ്ടതാണ്. മാത്രമല്ല അറബിയിലൊരു നിയമമുണ്ട്, അത് പഠിക്കണം. അറബിയിലൊരു പൊതുവായ നിയമമുണ്ട്. എന്താണത്? മാമിൻ ആമിൻ ഇല്ലാ വഖദ് ഖുസ്സ. ഇസ്ലാമിന്റെ ഉസൂൽ വിവരിക്കുന്ന ഉസൂലിന്റെ ഗ്രന്ഥങ്ങളിൽ വിവരിച്ച ഒരു കായികയാണ്. ഏതൊരു പൊതുനിയമത്തിലും ചിലത് ഒഴിവാക്കപ്പെടും. അതൊരു പൊതുനിയമമാണ്. ആ പൊതുനിയമം എന്നതുപോലെ ഇതിനും ബാധകമാണ് എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു എന്താണ് എല്ലാ ഔലിയാക്കന്മാരുടെയും മേലെ കൈവച്ചു അല്ലെങ്കിൽ കാല് വെച്ചു, പെരടി കാല് വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാവും. ഒരാളെ സംശയം, നല്ല സംശയമാണല്ലോ മനുഷ്യന്മാർക്ക്. അള്ളാഹുവിന്റെ റസൂല് പോലും ഒരാളെ തലയിൽ അവരുടെ തലയിൽ കാലാണ്, എന്റെ കാലാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ ശൈഖ് ജീലാനിക്ക് അങ്ങനെ ഒരു പദവി കിട്ടിയത്? അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ശൈഖ് ജീലാനി എല്ലാവരുടെയും തേടിമ കാലെടുത്ത് വെച്ചു എന്നല്ല, അതൊരു ആലങ്കാരിക പ്രയോഗമാണത്. സാഹിത്യത്തിന്റെ ശൈലിയാണ് ആലങ്കാരിക പ്രയോഗം. അത് സാഹിത്യ ഭാഷയുടെ സമൃദ്ധിയെ കുറിക്കും. എന്നാൽ നിങ്ങൾ കേൾക്കണോ, ആലങ്കാരികമല്ലാതെ യഥാർത്ഥത്തിൽ ഈ പ്രയോഗം പരിശുദ്ധ ഖുർആനിലുമുണ്ട്. എവിടെ? സൂറത്ത് ബഖറയിൽ അല്ലാഹു പറയുകയാണ് വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം. അല്ലാഹുവിന്റെ മലക്കുകളോട് അല്ലാഹു പറയുകയാണ്, എന്റെ മലക്കുകളെ ഉസ്ജുദൂ നിങ്ങൾ ആദമിന് നിങ്ങളുടെ അല്ലാഹുവിന്റെ പരിശുദ്ധരായ മലായികത്തിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംശയിച്ച ഖുർആൻ ഉദ്ധരിക്കുകയാണ്. ഇവിടെ രണ്ട് കാര്യം. ഒന്ന്, റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഏതായാലും മലക്കുകൾ സുജൂദ് ചെയ്തിട്ടില്ല. ഞാൻ സുജൂദ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു വന്ന സഹാബിനോട് സുജൂദ് ചെയ്യണ്ട, കൈ ചുംബിക്കട്ടെ, കൈ ചുംബിച്ചോളൂ, സുജൂദ് ചെയ്യണ്ട എന്നാണ് നബി പറഞ്ഞത്. മലായികത്ത് നബിക്ക് സുജൂദ് ചെയ്തതും നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ ആ സുജൂദ് ആദം നബിക്ക് മലായികത്ത് സുജൂദ് ചെയ്തു. അത് ആദം നബിയേക്കാളും വലിയ ആളായിട്ടല്ല. ഒരു കാര്യം ഏതെങ്കിലും ഒരു നബിക്കുണ്ടാണെങ്കിൽ അത് ആദ്യം മുഹമ്മദ് നബിക്ക് ഉണ്ടാക്കണമെന്ന നിയമമില്ല. അത് മുഅ്ജിസത്തിനെ പറ്റി തീരെ അറിയാത്ത ആളുകളുടെ ഒരു സംശയം. അങ്ങനെ നമ്മളെ നബി പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ നബിക്ക് അങ്ങനെ ഉണ്ടോ? മൂസാ നബി വടിയിട്ടപ്പോ പാമ്പ് കൊല്ലാൻ ഒരു വടിയും പാമ്പായിട്ടില്ലല്ലോ. അത് ഒരു മുഅ്ജിസത്ത് ഒരു നബിക്കുണ്ടായതുകൊണ്ട് ആ മുഅ്ജിസത്ത് തന്നെ നമ്മുടെ നബിക്ക് ഉണ്ടാകണമെന്നില്ല. അതിനേക്കാളും വലിയ മുഅ്ജിസത്താണ് നമ്മുടെ നബിന്റെ മുഅ്ജിസത്ത്. എന്നതുപോലെ അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി ഉണ്ടാകുന്നത് ഔലിയാക്കൾക്ക് കറാമത്തായി ഉണ്ടാകാം. മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹുവിന്റെ മലായികത്തിനെ കൊണ്ട് സാഷ്ടാംഗം നമിപ്പിച്ചതുപോലെ, ബഹുമാനിപ്പിച്ചതുപോലെ, ആദരിപ്പിച്ചതുപോലെ ഔലിയാക്കളുടെ ലോകത്ത് കൊണ്ട് ശൈഖ് ജീലാനി ആദരിപ്പിച്ച ആത്മീയ ലോകത്തൊരു വാർത്തയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ശൈഖ് ജീലാനി തങ്ങൾ ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ തന്റെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ശിഷ്യന്മാരുടെ സവിധത്തിൽ വെച്ച് ശൈഖ് ജീലാനി ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ ആ പ്രഖ്യാപനം കേൾക്കാൻ ഒരുപാട് മലക്കുകൾ ഉണ്ടായിരുന്നു. അന്നേരം മലക്കുകൾ മെയ്യെന്ന് ചെന്നാരെ അവരെ താലത്തുമ്മൽ ഖൽഖ് ബോധിഞ്ഞോവർ. ശൈഖ് ജീലാനി എന്ന് പറഞ്ഞപ്പോഴേ അവിടെ കൂടിയിരുന്ന മലക്കുകളൊക്കെ മെയ്യെന്ന് ചെന്നോവർ, നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് അവരൊക്കെ പറഞ്ഞു എന്നാണ്.
ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി ഇത് പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന മലക്കുകൾ അവരേറ്റു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇവിടെ എന്താ ശൈഖ് ജീലാനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ സംഭവം ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. ഖാദി മുഹമ്മദ് കളവ് പറഞ്ഞിട്ടുണ്ടോ, കളവ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കേണ്ടത് ഖാദി മുഹമ്മദ് പറഞ്ഞ ഈ മൂന്നാളിന് ഗ്രന്ഥത്തിലില്ലെങ്കിലാണ്. ഗ്രന്ഥത്തിലുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇതാ ബഹ്ജത്തുൽ ബഹ്റാറിന്റെ 18-ാമത്തെ പേജിൽ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ്? ലമ്മാ ഖാല ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി പ്രഖ്യാപിച്ചപ്പോൾ ഖദമി ഹാദിഹി അലാ റഖബത്തി കുല്ലി വലിയില്ല, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ എല്ലാവരുടെയും വിരലിലാണ് എന്റെ ഖദമ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഖാലത്തിൽ മലായിക, അവിടെ കൂടിയ മലായികത്ത് പറഞ്ഞു, സദഖത യാ അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ അടിമയെ നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് മലായികത്ത് അവിടെ വെച്ച് പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട ബഹ്ജത്തുൽ അസ്റാറിന്റെ 18-ാമത്തെ പേജിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല മലായികത്ത് എത്രയേ ഉണ്ടായിരുന്നത്? ബഹുമാനപ്പെട്ടവരുടെ മജ്ലിസിൽ മലായികത്തും ഗൈബ് ലോകത്ത് മറഞ്ഞു കിടക്കുന്ന ഔലിയാക്കൾ, റിജാലുൽ ഗൈബ് അങ്ങനെ പറഞ്ഞൊരു ഔലിയാക്കൾ കേട്ടോളൂ നിങ്ങൾ. വളരെ സഹീഹായി വന്ന ഹദീസുകൾ അതിന് തെളിവുണ്ട്. മഹാനായ ഇബ്നു ഹജർ ഹൈതമിയുടെ ഫതാവുൽ ഹദീസിൽ ആ ഹദീസ് സംബന്ധമായി ചർച്ച ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പഠിക്കാൻ നല്ല മനസ്സോട് ആഗ്രഹമുണ്ടെങ്കിൽ, സത്യമായത് അറിയാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, പൈശാചിക ദുർബോധനത്തിൽ നിന്ന് മാറി സത്യമറിയണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണിച്ചാൽ എന്താ റിജാലുൽ ഗൈബ്, ആരാണ്? അതിന്റെ ഹദീസുകളൊക്കെ ഇവിടെ ഉദ്ധരിക്കാം. അങ്ങനെയുള്ള റിജാലുൽ ഗൈബ് ഹാഫീന ബിമജ്ലിസിഹി, ശൈഖ് ജീലാനിയുടെ മജ്ലിസിൽ അവർ പൊതിഞ്ഞു നിൽക്കും. വാഖിഫീന ഫിൽ ഹബാ, അവർ ഹബയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. സുഫൂഫൻ, സഫുകളായി അവർ ഇങ്ങനെ ഹബയിൽ അന്തരീക്ഷത്തിൽ മലായികത്ത് നിൽക്കുകയാണ്. അങ്ങനെ ചക്രവാളം മുഴുവനും അവരെ കൊണ്ട് നിറയും. വലം യബ്ഖ വലിയ്യുൻ ഫിൽ അർളി ഇല്ലാ ഹനാഉൻ ഖഹൂ. മഹാനായ ശൈഖ് ജീലാനിന്റെ സദസ്സിൽ അല്ലാഹുവിന്റെ മലായികത്ത് നിറഞ്ഞ് ചക്രവാളം മുഴുവനും നിറഞ്ഞു നിന്നിരുന്നു മലായികത്ത് എന്ന് ശൈഖ് ജീലാനിയുടെ അദ്ദേഹത്തിന്റെ ചരിത്രം എന്താ പറഞ്ഞത്? അന്നേരം മുകളിൽ മുഴുവനും അല്ലാഹുവിന്റെ ഖൽഖുകൾ മലായികത്തുകളും റിജാലുൽ ഗൈബും പൊതിഞ്ഞു നിന്നിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് പറഞ്ഞത് ബഹിജയിലെ മനോഹരമാണ്. കാണാം മറിയം ബീവിയോടെന്ന് സംസാരിക്കുന്നു. ഇന്നമാ അന റസൂലു റബ്ബിക്, ജിബ്രീൽ മറിയം ബീവിയോട് സംസാരിച്ചതാണെന്ന്. മാത്രമല്ല മറിയമിനോട് പറയുന്നു, യാ മറിയം ഖുനുതി വസ്ജുദി, ഇനി നിങ്ങൾ നോക്കൂ, മറിയം ബീവിയോട് അല്ലാഹുവിന്റെ മലക്കുകൾ സുവിശേഷം കൊടുക്കുന്നു. ഇന്നമാ യുബശ്ശിറുക ബികലിമത്തിൻ മിൻ ഇസ്മുഹുൽ മസീഹു ഈസ ഇബ്നു മറിയം വജീഹൻ ഫിദ്ദുനിയാ എന്ന് തുടങ്ങിയിട്ട് മറിയമിന് എന്തൊക്കെ സന്തോഷങ്ങളാണ് മലായികത്ത് കൊടുക്കുന്നത്. മറിയം ബീവി എന്നാണ്ട് മലായികത്ത് വരാൻ ഒരു മുഅ്മിനായ മനുഷ്യൻ ദിക്ർ ചൊല്ലുന്ന മജ്ലിസിൽ മലായികത്ത് വന്നിരിക്കുമെന്ന് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്. പിന്നെ മുഹ്യിദ്ദീൻ ശൈഖിന് വരുമെന്ന കാര്യത്തിൽ എന്താ അത്ഭുതപ്പെടാനുള്ളത്? മുഹ്യിദ്ദീൻ ശൈഖ് ഈ ഉമ്മത്തിലെ അതിശ്രേഷ്ഠരായ ആലിമല്ലേ. സാധാരണക്കാരായ മുത്തുമോമിനീങ്ങൾ ദിക്ർ ചൊല്ലുന്നവരായ മജ്ലിസിൽ പോലും മലായികത്ത് നിറഞ്ഞു നിൽക്കുമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് സൂറത്ത് ഫുസ്സിലത്തിലൂടെ അല്ലാഹു പറയുകയാണ്, ഒരു നല്ല മനുഷ്യൻ മരിക്കുന്ന സമയത്ത് തനസ്സലുൽ മലായിക تنزل الملائكة إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മുഅ്മിനീങ്ങളുടെ സദസ്സിൽ മലായികത്ത് ഇറങ്ങും. അവിടെ എന്താ ആർക്കാ സംശയമുള്ളത്? സംശയിക്കാൻ യാതൊന്നുമില്ല. ഇനിയും മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ, ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ അവർ ഇത് പ്രഖ്യാപിച്ചപ്പോൾ മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ എന്റെ ഖദം, എന്റെ കാലടി എല്ലാ ഔലിയാക്കളുടെയും മേലെയാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഖാഫ് മാല ഇന്നും ബഹ്ർ മോഹിത്തിന്നും യജൂദ് നാട്ടിന്നും ഖാഫ് മാല
ഇന്നും ബഹ്റ് മോഹിത്തിനും യജൂജ് നാട്ടിനും തലനേ താതിച്ചോവർ. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ വെച്ച് ഈ വിശ്വവിഖ്യാതമായ ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ എന്താണ് ആ പ്രഖ്യാപനം? ഖദമി അലാ റഖബത്തി കുല്ലി വലിയില്ല എന്ന പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തെ പറ്റി ഉദ്ധരിച്ച ഇമാമികളും അതിനെപ്പറ്റി നടത്തിയ ചർച്ചകളാണ് ബഹ്ജത്തുൽ അസ്റാറിന്റെ 100ഓളം പേര് ചർച്ച ചെയ്യുന്നതെങ്കിൽ മഹാനായ ശൈഖ് ജീലാനി ബഗ്ദാദിൽ വെച്ച് പ്രഖ്യാപിച്ചപ്പോൾ ആ മജ്ലിസിലുണ്ടായ മുഴുവൻ ആളുകളും ഇല്ലാ ഹനാ ഉൽഖഹു, എല്ലാവരും ശൈഖിന് വേണ്ടി തല താഴ്ത്തി കൊടുത്തു എന്നാണ്. ഫസജദൽ മലായികത്തു കുല്ലുഹും, മലായികത്ത് ആദം നബിയെ വാഴ്ത്തിയതുപോലെ പരിശുദ്ധ ഖുർആനാണ് തെളിവ്. ഇനിയും കേട്ടോളൂ നിങ്ങൾ. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങളവர்கள் ഇത് പ്രഖ്യാപിച്ച സമയത്ത് അവിടെ മാത്രമല്ല, ഖാഫ് മല എന്ന് പറയുന്ന, ബഹ്ർ മുഹീത്ത് എന്ന് പറയുന്ന, അതുപോലെ തന്നെ ഖാഫ് മല ഇന്നും ബഹ്ർ മോഹിത്തിനും യജൂജ് നാട്ടിനും തലനേ താതിച്ചോവർ. യജൂജിന്റെ നാട്, ഖാഫ് മല, ബഹ്റുൽ മുഹീത്ത്, ഇവിടെ നിന്നൊക്കെയുള്ള ജനങ്ങൾ ശൈഖ് ജീലാനി ബഗ്ദാദിൽ ഇത് പ്രഖ്യാപിച്ചപ്പോൾ അവിടത്തേക്ക് തല താഴ്ത്തി കൊടുത്തു.